ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതിലായിരിക്കുന്ന ദേവദാസൻ സാം വർഗീസ് കൂടി വന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ ഗലേഷ്യൻസ് ആ ബുക്ക് പഠിപ്പാൻ ദൈവം ഇത്രത്തോളം സഹായിച്ചുവല്ലോ. ദൈവഹിതമായാൽ ഇന്ന് അത് കൺക്ലൂഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവമക്കൾ പ്രാർത്ഥനയോടെ ആയിരുന്നാട്ടെ. അഥവാ ഒരു 5 മിനിറ്റ്സ് വല്ലതും മുന്നോട്ട് പോയാൽ ദൈവനാമത്തിൽ ക്ഷമിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഇന്ന് അത് ചാപ്റ്റർ ബുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. വേഗത്തിൽ അതിന്റെ ഔട്ട്ലൈൻ ഒന്ന് പറഞ്ഞിട്ട് 6-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. ഗലേഷ്യൻസ് 5:1-2 പോൾസ് എക്സ്പീരിയൻസ് വിത്ത് ഗ്രേസ്. പൗലോസിന്റെ കൃപയുമായിട്ടുള്ള അനുഭവത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. 1-ാം അധ്യായം 1 മുതൽ 11 വരെ അനദർ ഗോസ്പലിനെ കുറിച്ച്, മറ്റൊരു സുവിശേഷത്തെക്കുറിച്ച് പഠിക്കുവാനിടയായി. 1-ാം അധ്യായം 12 മുതൽ 26 വരെ ദ ഗോസ്പൽ ദാറ്റ് ചേഞ്ച്ഡ് പോൾ. പോള് തന്റെ ജീവിതാനുഭവത്തോട് ചേർത്ത് വെച്ച് സുവിശേഷത്തെ ലിയ പ്രസന്റ് ചെയ്തിട്ട് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. 2-ാം അധ്യായം 1 മുതൽ 10 വരെ പോൾസ് ഡിഫൻസ്. പോള് തനിക്കെതിരെ ആരോപണവുമായി വന്നവരെ ഡിഫെൻഡ് ചെയ്ത് നമ്മൾ കണ്ടു. സെക്കൻഡ് ചാപ്റ്റർ 11-21 നമ്മൾ പോളും പീറ്ററുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് കാണുവാനിടയായി. ചാപ്റ്റർ 3 and 4 പോൾസ് ഇൻസ്ട്രക്ഷൻ അബൌട്ട് ഗ്രേസ്, കൃപയെക്കുറിച്ചുള്ള പൗലോസിന്റെ നിർദ്ദേശങ്ങൾ നമ്മൾ കാണുവാൻ ഇടയായി തീർന്നു. പിന്നെ ചാപ്റ്റർ 4:8-20 പോൾസ് കൺസേൺ, ഗലാത്യരെ കുറിച്ചുള്ള പോളിന്റെ കൺസേൺ നമ്മൾ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. 4:21-31 ഹാഗാർ ആൻഡ് സാറ, 2 കവനൻസ്, 2 നിയമങ്ങൾ നമ്മൾ പഠിക്കുവാനിടയായി തീർന്നു. നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ 5 and 6 പോൾസ് പ്രാക്ടിക്കൽ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ഗ്രേസ്. ദൈവകൃപയുടെ പ്രായോഗിക തലത്തിലുള്ള അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് 6-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് കടക്കാം. 6-ാം അധ്യായം നമ്മൾ മൊത്തത്തിൽ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പറയുന്നത് ഹൗ ടു ലീവ് എ ലൈഫ് ഇൻ ന്യൂ ക്രിയേഷൻ. ഒരു പുതു സൃഷ്ടിയായ വ്യക്തി അല്ലെങ്കിൽ ഒരു പുതിയ സൃഷ്ടിയായ ബിലീവർ തന്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് നയിക്കണമെന്നാണ്, അതാണ് പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ്. അതിനെക്കുറിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചപ്പോൾ പാപ സ്വഭാവം ഒരു വ്യക്തിയുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു, അതിനെ എങ്ങനെ ദൈവകൃപയിൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ മരിപ്പിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു. തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതുപോലെ തന്നെ, സിൻ ഈസ് എ റിയാലിറ്റി ഇൻ എനി ബിലീവേഴ്സ് ലൈഫ്. എല്ലാ വിശ്വാസിയുടെയും ജീവിതത്തിൽ പാപം ഒരു റിയാലിറ്റി തന്നെയാണ്. അത് നമ്മൾ ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 1:8 യോഹന്നാൻ തന്നെ പറയുന്നുണ്ട്, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. തീർച്ചയായും നമ്മൾ ദൈവസന്നിധിയിൽ എത്തുന്നത് വരെ ഈ ജഡം ചാകാത്തത് കൊണ്ട്, നമ്മൾ ഈ ജഡത്തിലാണ് വസിക്കുന്നത് എന്നത് കൊണ്ട് ഹല്ലേലൂയ, പാപം ഹല്ലേലൂയ അത് പൊങ്ങി വരാം. അത് നമ്മളെ കീഴടക്കാതിരിപ്പാൻ ദൈവത്തിന്റെ ആത്മശക്തിയാൽ അല്ലെ ദൈവത്തിന്റെ വചനത്താൽ നമ്മൾ അതിനെ ജയിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ഇതുവരെയും നടന്നിട്ടില്ല. നമ്മുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് മാത്രമേ നടന്നിട്ടുള്ളൂ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഹല്ലേലൂയ, എപ്പോഴും ഈ ജഡവും നമ്മുടെ ആത്മാവുമായിട്ട് എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി വേണം നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ. പാപമില്ല എന്ന് നമ്മൾ പറയുന്നെങ്കിൽ അതിൽ ദൈവത്തെ നമ്മൾ ദൈവത്തോട് നമ്മൾ പോഷ്ക്ക് പറയുകയാണെന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. തീർച്ചയായും ഈ ദിവസങ്ങളിൽ അത് ദൈവം കൃപ പകർന്ന് നമ്മളെ വഴി നടത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഹല്ലേലൂയ. നാം മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പാപം അത് ആരെയൊക്കെ ബാധിക്കാം. നമ്മൾ പലപ്പോഴും പറയുമായിരിക്കും, ഹല്ലേലൂയ, ഞാൻ പാപം ചെയ്തു, എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്നൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും, ഒന്നും നടന്നില്ല. പക്ഷേ അതിനൊരു കോൺസിക്വൻസ് എന്തായാലും ഉണ്ട്. അത് നമ്മുടെ കുടുംബജീവിതത്തിലാകാം, അല്ലെങ്കിൽ നമ്മുടെ തലമുറയിലാകാം. നമ്മൾ മനസ്സിലാക്കണം, അത് നമ്മുടെ ചേർച്ചിനെ വരെ ബാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഒരു പാപം ചെയ്യുമ്പോൾ ഹല്ലേലൂയ, ദൈവസഭയാണ് നമ്മൾ സഭയുടെ ഓരോ അവയവങ്ങളാണ്. ഹല്ലേലൂയ. അപ്പോൾ ആ സഭയെ അത് ബാധിക്കും എന്നുള്ളത് തീർച്ചയാണ്. നമ്മൾ വിചാരിക്കും, ഞാനല്ലേ ചെയ്തുള്ളൂ,
ഞാൻ ഒറ്റയ്ക്കാണല്ലോ ആ പാപം ചെയ്തത്, മറ്റാരും അത് കണ്ടില്ലല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാം. എന്നാൽ അതിന്റെ കോൺസിക്വൻസ് ഇന്നല്ലെങ്കിൽ നാളെ ഹല്ലേലൂയ അത് നമ്മളെ ബാധിക്കും, അല്ലെങ്കിൽ ദൈവസഭയെ ബാധിക്കുമെന്ന് ഹല്ലേലൂയ നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ അത് പെട്ടെന്ന് ചിലപ്പോൾ നടക്കത്തില്ലായിരിക്കും കൃപായുഗത്തിലായതുകൊണ്ട്, പക്ഷേ ദർ വിൽ ബി എ കോൺസിക്വൻസ്. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. അതാണ് ഗലാത്യർ ലേഖനം 6-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടക്കാം. വാക്യം ഒന്ന് വായിക്കാം. 6-ാം അധ്യായം 1-ാം വാക്യം. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവരെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. അപ്പം ഇവിടെ പറയുന്നത് റിസ്റ്റോറിങ് എ സിന്നർ, അല്ലെങ്കിൽ റിസ്റ്റോറിങ് എ ബ്രദർ ഹു സിൻഡ്. നമ്മുടെ കൂട്ടായ്മയിൽ വരുന്ന ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു സഹോദരി, അല്ലെങ്കിൽ ഒരു മാതാവ്, ഒരു പിതാവ്, അല്ലെങ്കിൽ ഒരു 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 യങ് ഒരു ദൈവ പൈതൽ തെറ്റിൽ അകപ്പെട്ടു പോയാൽ നമ്മുടെ മനോഭാവം എപ്രകാരമാണ്, നമ്മൾ എപ്രകാരമാണ് അവരോട് പ്രതികരിക്കുന്നത്? അവര് നല്ല വിശ്വാസിയായിരുന്നു, വളരെ ആത്മീയമായി വളരെ ശക്തമായി ദൈവസഭയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി നിന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ അവർ തെറ്റിൽ അകപ്പെട്ടു പോയാൽ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ പ്രതികരണം എപ്രകാരമാണ്? അതാ പൗലോസ് ഇവിടെ പറയുന്നത്. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവരെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. നമ്മൾ അവരെ പിക്ക് ചെയ്യണം, അല്ലെങ്കിൽ അവരോട് നമ്മൾ ദയ കാണിക്കണം. കർത്താവ് കാണിച്ചതുപോലെ കരുണ കാണിപ്പാൻ നമ്മൾ ഇടയാകണം. ഒരിക്കലും അവരെ റിബ്യൂക്ക് ചെയ്ത് അവരെ തള്ളിക്കളയുവാൻ ഇടവരരുതെന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അപ്പം ഇവിടെ പറയുന്നത് എവ്രി വൺ ഡിസേർവ് ഹെൽപ്പ്, എൻകറേജ്മെന്റ് ബിഫോർ റെബ്യൂക്ക്. അപ്പം നമ്മൾ ഒരു വ്യക്തിക്ക് തീർച്ചയായും റെക്ടിഫിക്കേഷനും റെബ്യൂക്കും അല്ലെങ്കിൽ എല്ലാം വചനപ്രകാരമുണ്ട്. എന്നാൽ ഒരു വ്യക്തിയെ, അല്ലെങ്കിൽ ഒരു വ്യക്തി തെറ്റിൽ അകപ്പെട്ടു പോയാൽ അവരെ ഇനി പാപം ചെയ്യാതിരിപ്പാൻ അവരെ ഉത്സാഹിപ്പിക്കുകയും ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കരുണയ്ക്കായി അപേക്ഷിപ്പാൻ അവരെ എൻകറേജ് ചെയ്ത് അവരെ തിരികെ ദൈവകൃപയിലേക്ക് കൊണ്ടുവരുന്നതാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. അല്ലാതെ അവരെ നമ്മൾ കുറ്റപ്പെടുത്തി അവരുടെ ആത്മീയ ജീവിതം നശിച്ചു പോകുവാൻ നമ്മൾ ഇടയാക്കരുത്. അതിനാണ് മച്യൂരിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ സൗമ്യതയുടെ ആത്മാവിൽ. അപ്പം ഇതിന് മച്യൂരിറ്റി വളരെ ആവശ്യമാണ്. മെച്യൂരിറ്റി എന്ന് പറയുന്ന ഒരു റിലേറ്റീവ് ടേം ആണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറയും, നമ്മൾ പറയും ഞാൻ വളരെ മച്യൂർ ആണ്, അല്ലെങ്കിൽ ഞാൻ ആയിരിക്കുന്ന മണ്ഡലത്തിൽ അല്ലെങ്കിൽ ദൈവസഭയിൽ ഞാൻ വളരെ മച്യൂറായ ഒരു വ്യക്തിയാണെന്നൊക്കെ നമ്മൾ പറയും. ഇപ്പോൾ അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം ഒരു വ്യക്തി നല്ലവണ്ണം പാട്ട് പാടുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം പറയാം, ഞാൻ നല്ലവണ്ണം പാട്ട് പാടുന്ന വ്യക്തിയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വലിയ പാട്ടുകാരുള്ളവരുടെ മുമ്പിൽ ചെല്ലുമ്പോഴത്തേക്കും നമ്മളുടെ പാട്ടൊക്കെയും വളരെ ചെറുതായിട്ട്, അല്ലെങ്കിൽ നമ്മൾ അവരുടെ മുമ്പിൽ ഒന്നുമല്ലെന്ന് നമുക്ക് തോന്നാം. അതുപോലെ തന്നെയാണ് നമ്മുടെ പക്വത എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ വലിയ പക്വതയാണെന്ന് നമ്മൾ പറയുമെങ്കിലും അതിനേക്കാൾ പക്വതയുള്ളവരുടെ മുമ്പിൽ ചെല്ലുമ്പോഴാണ് നമ്മുടെ പക്വത എത്രത്തോളം താഴെയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം തീർച്ചയായും അങ്ങനെ പക്വതയുള്ള നമ്മൾ, അല്ലെങ്കിൽ നമുക്ക് ആ ദൈവം പക്വത തന്നിട്ടുണ്ടെങ്കിൽ, ദൈവസ്നേഹത്തിൽ സൗമ്യത എന്ന് പറയുന്നത്, ജെന്റിൽനെസ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതുപോലെ ആത്മാവിന്റെ ഫലമാണ് ജെന്റിൽനെസ്. ആ സൗമ്യതയുടെ ആത്മാവിൽ അവരെ യഥാസ്ഥാനപ്പെടുത്തുവാൻ, നമുക്ക് പക്വത അല്ലെങ്കിൽ നമുക്ക് മെച്യൂരിറ്റി ഉണ്ടെങ്കിൽ അത് ചെയ്യുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തു തന്നെ പറഞ്ഞു, ജോൺ ചാപ്റ്റർ 8:7-9, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് അവരോട് പറഞ്ഞു. അവർ അത് കേട്ടിട്ട് മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തനായി വിട്ട് പോയി. യേശുക്രിസ്തു മാത്രവും നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു. ഇവിടെ പറയുന്നത് മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി ആദ്യം മൂത്തവര്, പിന്നെ ഇളയവർ, അല്ലെങ്കിൽ ഓരോരുത്തരായി വിട്ടുപോയി. അപ്പം മൂത്തവർ ആദ്യം അവിടുന്ന് വിട്ടുപോയത്, രണ്ടാമതാണ് ഇളയവർ പോയത്. അപ്പം മൂത്തവര് അവർ മനസ്സിലാക്കി, ഈ ഇളയവരെ കാട്ടി ഞങ്ങൾ കൂടുതൽ തെറ്റ് ചെയ്തിട്ടുള്ളവരാണ്, അതുകൊണ്ടാണ് അവരാദ്യം പോകാൻ ഇടയായി തീർന്നത്. അത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുക, ആ പക്വത അവർക്കറിയാം ഞങ്ങളാണ് ഏറ്റവും. അപ്പം ഇപ്രകാരമാണ് നമ്മൾ ആ മെച്യൂരിറ്റിയെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും ഇളയവരെക്കാൾ കൂടുതൽ തെറ്റ് ചെയ്തെന്ന് മനസ്സിലാക്കി
അവര് ആദ്യം പോകുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. നമ്മൾ നമ്മളോട് കർത്താവ് ക്ഷമിച്ചു. ഹല്ലേലൂയ. അതുപോലെ ഹല്ലേലൂയ മറ്റുള്ളവരോടും നമ്മൾ കരുണ കാണിക്കുവാൻ, അവരൊരു തെറ്റിൽ അകപ്പെട്ടു പോയാൽ അവരെ സ്നേഹത്തിൽ ദൈവകൃപയിലേക്ക് അധസ്ഥാനപ്പെടുത്തുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. വീണുപോയവരെ കുറ്റപ്പെടുത്തുക എന്നുള്ളതല്ല, അവരെ ദൈവസ്നേഹത്തിൽ ചേർത്ത് നിർത്തുവാൻ. നാം പാപം ചെയ്തതുപോലെ അല്ല അവർ പാപം ചെയ്തതെന്ന് വിചാരിച്ച് അവരെ തള്ളിക്കളയല്ല. അല്ല, നമ്മൾ പാപം ചെയ്ത് ഈ പാപമാണ് നമ്മൾ ചെയ്തത്, എന്നാൽ ഇവർ ചെയ്തിരിക്കുന്ന അത്രയും വലുതാണെന്നുള്ള രീതിയിൽ അവരെ കണക്കിടാതെ ദൈവസ്നേഹത്തിൽ ചേർത്ത് നിർത്തുവാൻ, അല്ലെ സൗമ്യതയുടെ ആത്മാവിൽ അവരെ ചേർത്ത് നിൽക്കുവാൻ ഹല്ലേലൂയ ദൈവം കൃപ ചെയ്യട്ടെ. പൗലോസ് ഇവിടെ ഇതിന്റെ കൂടെ തന്നെ പൗലോസ് ഒരു വാർണിംഗ് കൂടെ നൽകുന്നുണ്ട്. അത് പറയുന്നത്, നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചോളൂ. തീർച്ചയായും നമ്മൾ മറ്റുള്ളവരെ കറക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ചെന്നിട്ട് നമ്മളും ആ തെറ്റിൽ അകപ്പെടും. അപ്പം ആ തെറ്റിൽ അകപ്പെട്ടു പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഹല്ലേലൂയ നമ്മളെ തന്നെ സൂക്ഷിക്കുക. ദൈവകൃപയിൽ നമ്മളെ സൂക്ഷിച്ച് ഹല്ലേലൂയ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അത് സൂക്ഷിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഗലേഷ്യൻസ് ചാപ്റ്റർ അതിന്റെ 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ, ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പിൻ. താൻ അല്പനായിരിക്കെ മഹാനാകുന്നു എന്ന് ഒരുത്തൻ നിരൂപിച്ചാൽ തന്നെ താൻ വഞ്ചിക്കുന്നു. ഓരോരുത്തൻ താന്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ. അവൻ തന്റെ പ്രശംസ മറ്റൊരുത്തനെ കാണിക്കാതെ തന്നിൽ തന്നെ അടക്കി വെക്കും. ഓരോരുത്തൻ താന്റെ ചുമട് ചുമക്കുമല്ലോ. ഇവിടെ പൗലോസ് ന്യായപ്രമാണത്തെ കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മൾ തമ്മിൽ ഭാരങ്ങളെ എങ്ങനെയാ ചുമക്കുന്നത്? ദൈവം അത് നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മൾ അല്ലെങ്കിൽ അന്യോന്യം എങ്ങനെയാ ഭാരങ്ങളെ ചുമക്കുന്നത്? നമ്മൾ ദൈവസഭയിൽ കാണിക്കുന്നത് പോലെ അന്യോന്യം നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവരുടെ വേദന നമ്മുടെ വേദനയായി നമ്മൾ ഏറ്റെടുത്ത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഭാരം നമ്മൾ ഏറ്റെടുത്താണ് ആ പ്രയർ ചെയ്യുന്നത്. ആത്മാവിൽ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ആ പെയിൻ നമുക്ക് മനസ്സിലാക്കുവാൻ, നമ്മുടെ ശരീരത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആ വ്യക്തി കടന്നു പോകുന്ന പ്രയാസത്തെ ഓർത്ത്, അല്ലെ ആ വ്യക്തി അനുഭവിക്കുന്ന ഭാരത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നതാണ് അന്യോന്യം ഭാരങ്ങളെ ഏറ്റെടുക്കുക എന്ന് പറയുന്നത്. കർത്താവ് അത് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു ഹല്ലേലൂയ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ, ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പിൻ. കർത്താവ് തന്നെ ഹല്ലേലൂയ പൂർണ്ണ ന്യായപ്രമാണത്തെ കുറിച്ച് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. മത്തായി സുവിശേഷം 22-ാം അധ്യായം 36 മുതൽ 40 വരെയുള്ള വാക്കിൽ പറയുന്നു. അവിടെ ഒരു പരീശൻ വന്ന് അവിടെ വന്ന് കർത്താവിനെ പരീക്ഷിച്ച് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അവിടെ പറയുന്നത്, ഗുരു, ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പന വലിയതെന്ന് ചോദിച്ചു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. അപ്പൊ നമ്മുടെ കൂട്ടുകാരനെ നമ്മളെ പോലെ തന്നെ സ്നേഹിക്കുക. കർത്താവിനെ, ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടുകൂടി സ്നേഹിക്കുക. നമ്മൾ കൂട്ടുകാരനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഇപ്രകാരം നമ്മൾ വായിച്ചതുപോലെ ഹല്ലേലൂയ അവരുടെ ഭാരങ്ങൾ അല്ലെങ്കിൽ ഭാരങ്ങളെ അന്യോന്യം ചുമപ്പാൻ. ഹല്ലേലൂയ. നമ്മൾ ഒരു ശരീരത്തിലെ പല അവയവങ്ങളാകുമ്പോൾ, ഒരു ശരീരത്തിന് വേദനിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾക്കും ആ വേദന ഉണ്ടാകണം. അതാണ് യഥാർത്ഥ ദൈവസ്നേഹം. ആ ദൈവസ്നേഹത്തിൽ വേണം ഭാരങ്ങളെ അല്ലെങ്കിൽ ആ ദൈവസ്നേഹത്തിൽ ചുമപ്പാൻ എന്ന് ഇവിടെ കർത്താവ് പറയുന്നത്. ഈ ഇതിൽ എല്ലാ ന്യായപ്രമാണവും അടങ്ങിയിരിക്കുന്നു. അല്ലെ കർത്താവിനെ സ്നേഹിക്കുന്നതിൽ, നമ്മുടെ കൂട്ടുകാരനെ, നമ്മുടെ കൂട്ടു സഹോദരനെ സ്നേഹിക്കുന്നതിൽ എല്ലാം ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ആ കൃപയിൽ ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അല്ലെ പലപ്പോഴും നാം ചെയ്യുന്നത്, പലപ്പോഴും നമ്മൾ പറയുന്ന അടുത്തിരിക്കുന്ന വ്യക്തിയെക്കുറിച്ച് നമ്മൾ പറയുന്നത് അയാളെക്കാൾ ഞാൻ വിശുദ്ധനാണ് എന്നാ പലപ്പോഴും നമ്മൾ പറയുന്നു. അല്ലേ, നമ്മൾ പറയും, ഇയാളെക്കാട്ടി ഞാൻ വളരെ വിശുദ്ധനായിട്ട് ജീവിക്കുന്നു. എന്നാൽ കർത്താവ് നമ്മളോട് പറഞ്ഞു? കർത്താവ് പറഞ്ഞു, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും. നമ്മൾ ദൈവസ്ഥാനത്തിൽ ചെല്ലുമ്പോൾ കർത്താവ് ചോദിക്കുന്നത്, ദൈവത്തിൻ്റെതായ സ്റ്റാൻഡേർഡ് ഉണ്ട്. അല്ലെങ്കിൽ വിശുദ്ധിയുടെ, അല്ലെങ്കിൽ നിന്റെ കൂട്ടു സഹോദരനേക്കാൾ നീ വിശുദ്ധനായിരുന്നോ എന്നല്ല കർത്താവ് നമ്മളോട് ചോദിക്കുന്നത്. നമ്മൾ വചനം നമ്മളോട് ഇടപെടുമ്പോൾ
ഇത് എനിക്കുള്ളതല്ല, അല്ലെങ്കിൽ ഞാൻ ഇന്ന വ്യക്തിയേക്കാൾ നല്ലവനാണല്ലോ എന്നുള്ള ചിന്തയിലല്ല ദൈവസന്നിധിയിലായിരിക്കേണ്ടത്. അല്ലെങ്കിൽ ആ വചനം കേൾക്കുമ്പോൾ ആ ആ ഒരു പരീശനും ഒരു പാപിയായ മനുഷ്യനും ദൈവസന്നിധിയിൽ പോയി പ്രാർത്ഥിച്ചതുപോലെ, ഞാൻ തെറ്റ് ചെയ്ത് സ്വർഗത്തോട്ട് നോക്കുവാൻ പോലും എനിക്ക് കഴിവില്ലെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നത് പോലെ, നമ്മുടെ പരാജയങ്ങളെ മനസ്സിലാക്കി നമ്മളുടെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവിക സ്റ്റാൻഡേർഡിലേക്ക്, ദൈവം വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിനായി നമ്മളെ തന്നെ സമർപ്പിക്കാം. അതിന്റെ ഗലേഷ്യൻസ് ചാപ്റ്റർ 6 വേഴ്സ് 6, 6-ാം അധ്യായം, അതിന്റെ 6-ാമത്തെ വാക്യം. വചനം പഠിപ്പിക്കുന്നവനെല്ലാം നന്മയിലും ഓഹരി കൊടുക്കണം. തീർച്ചയായും ഇത് ഷെയർ ഓൾ ഗുഡ് തിങ്സ് വിത്ത് അതേഴ്സ്, അല്ലെങ്കിൽ ആ നന്മ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. തീർച്ചയായും ഇതിനെ മനസ്സിലാക്കേണ്ടത് നമ്മൾ നമ്മളെ നടത്തിയവരെ മറന്നു പോകരുത്, അല്ലെങ്കിൽ അവരെ നമ്മൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരെ ഓർക്കണം, അവർ ചെയ്തതിനെ ഓർക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഹീബ്രു ചാപ്റ്റർ 13 വേഴ്സ് 7 അത് പറയുന്നുണ്ട്. നിങ്ങളെ ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിൻ, നല്ല മാതൃകളെ അനുകരിപ്പിൻ. അപ്പം ഇവിടെ ആ ഗുഡ് തിങ്സിനെ നമ്മൾ മറന്നു പോകുന്നവരാകരുത്. അല്ലെങ്കിൽ നമ്മളെ നടത്തിയ ഭക്തന്മാരുണ്ട്, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച, നമുക്ക് വേണ്ടി ഇടിവിൽ നിന്ന് നമ്മളെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന ദൈവഭക്തന്മാരുണ്ട്. അവരെ നമ്മൾ മറന്നു പോകുവാൻ ഇടയാകരുത്. അവരുടെ വിശ്വാസം അനുകരിപ്പിനെന്ന് പൗലോസ് പറയുന്നു. പൗലോസ് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ അനുകരിപ്പിനെന്ന്. ആ കർത്താവിന് അനുകാരികളായി നിൽക്കുന്ന നല്ല ഭക്തന്മാരുടെ ജീവിതങ്ങൾ അനുകരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. അപ്പോൾ നമ്മളെ നടത്തിയവരെ നമ്മൾ മറന്നു പോകുവാൻ ഇടയാകരുത്. ദൈവം അതിനായി സഹായിക്കട്ടെ. ഗലേഷ്യൻസ് ചാപ്റ്റർ 6 വേഴ്സ് 7-8. ഇതിനകത്ത് വായിക്കുന്നത് പ്രിൻസിപ്പിൾ ഓഫ് സോയിങ് ആൻഡ് റീപ്പിംഗ്, അതിനെക്കുറിച്ചാണ് തുടർന്ന് നമ്മൾ വായിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്യങ്ങളാണ്. അതിന്റെ 6-ാം അധ്യായം 7 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. വഞ്ചനപ്പെടാതിരിപ്പീൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. തീർച്ചയായും ഇത് യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾ ആണ്. നമുക്കറിയാം ന്യൂട്ടൺസ് ലോ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് കൊച്ചുനാളില്. പക്ഷെ അതൊക്കെ ദൈവവചനത്തിൽ നിന്ന് കടന്നു വന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ന്യൂട്ടൺസ് ലോ പറയുന്നത് എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ റിയാക്ഷൻ. എല്ലാ ആക്ഷനും അതിനൊരു തിരിച്ചുള്ളൊരു റിയാക്ഷൻ ഉണ്ടായിരിക്കുമെന്ന്. ഇത് ദൈവവചനം എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ആ യൂണിവേഴ്സൽ ലോയിലേക്കും കടന്നു വന്നിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ചെയ്യുന്നുവോ അത് നമ്മൾ കൊയ്യുക തന്നെ ചെയ്യും. അത് 100% അത് ഉറപ്പ് തന്നെയാണ്. എപ്രകാരമാണ് നമ്മുടെ വിത, അതിനനുസരിച്ചായിരിക്കും നമ്മുടെ കൊയ്ത്ത്. അപ്പം ദൈവകൃപ അത് നമ്മൾ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കല്ല. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൃപയെ നമ്മൾ ആ ഗ്രേസിനെ നമ്മൾ ഗ്രാൻഡഡ് ആയിട്ട് വിചാരിക്കരുത്. ദൈവം പറയുന്നത് നമ്മൾ കൃപയോഗത്തിലാണ്. അതുകൊണ്ട് നമ്മൾ എപ്രകാരമാണ് വിതയ്ക്കുന്നത്, നമ്മൾ ആത്മാവിലാണോ വിതയ്ക്കുന്നത്, ആത്മാവിൽ നിത്യജീവനെ കൊയ്യും. നമ്മൾ ജഡത്തിൽ വിതയ്ക്കുന്നുവെങ്കിൽ ജഡത്തിൽ വിതച്ച് ആ നാശത്തെ നമ്മൾ കൊയ്യുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആ ദൈവകൃപയിൽ ആശ്രയിച്ച് നമ്മൾ ഒരു കൃഷിക്കാരൻ ചോദിച്ചാൽ അദ്ദേഹം എന്താണോ വിതച്ചത് അതാണ് അതിന്റെ വിളവ്. അതിപ്പോ 100 മേനി ആകട്ടെ, 60 ആകട്ടെ, എത്രയാകട്ടെ, എന്ത് വിതച്ചോ അത് കൊയ്യുക തന്നെ ചെയ്യും. അത് യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾ ആണ്. നമ്മൾ കലക്കമുണ്ടാക്കുന്നവരാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ കൊയ്യും. നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരാണെങ്കിൽ സമാധാനം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കും. നമ്മൾ വിദ്വേഷം പുലർത്തുന്നവരാണെങ്കിൽ വിദ്വേഷം. എന്ത് നമ്മൾ ചെയ്യുന്നുവോ, നമ്മൾ വക്രതയാണോ നമ്മൾ പ്രവർത്തിക്കുന്നത്, ആ വക്രത നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാനിടയും. വക്രനോട് ഞാൻ വക്രതയോടുകൂടി പെരുമാറുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഈ ദിവസങ്ങളിൽ ആ ദൈവകൃപ അനുഭവിപ്പാൻ ദൈവം സഹായിക്കട്ടെ. നമ്മൾ വിതയ്ക്കുന്നത് എന്താണോ അത് കൊയ്യുവാൻ ഇടയാകും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ
അല്ലെങ്കിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. അല്ലെങ്കിൽ ആ ജഡത്തിൽ അല്ലെങ്കിൽ വിതപ്പാൻ ഒരിക്കലും ഇടയാകരുത്. ദൈവം അത് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. അല്ല, യോബിന്റെ പുസ്തകം 4-ാം അധ്യായം 8 അത് പറയും, ഞാൻ കണ്ടിടത്തോളം അന്യായം ഉഴുത് കഷ്ടത വിതയ്ക്കുന്നവർ അത് തന്നെ കൊയ്യുന്നു. യോബ് പറയുകയാണ്, ഞാൻ കണ്ടിടത്തോളം അന്യായം ഉഴുത് കഷ്ടതയാണ് വിതയ്ക്കുന്നതെങ്കിൽ അത് തന്നെ അവർ കൊയ്യുമെന്ന് യോബിന്റെ ലേഖനത്തിൽ അല്ലെങ്കിൽ യോബിന്റെ പുസ്തകത്തിൽ അത് പറയുന്നു. നമ്മൾ സമാധാനം വിതച്ചാൽ നമുക്ക് സമാധാനം കൊയ്യുവാൻ ദൈവം ഇടവരുത്തും. അല്ലെങ്കിൽ ദോഷം പ്രവർത്തിക്കുന്നുവെങ്കിൽ നമ്മൾ ദോഷം ചെയ്യുവാൻ ദോഷം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അപ്പൊ അത് ഏതൊക്കെ മണ്ഡലത്തിൽ കടന്നു വരാം. അല്ലെങ്കിൽ നമ്മുടെ സ്പിരിച്വൽ, നമ്മുടെ മോറൽ, നമ്മുടെ ഫിസിക്കൽ ഒക്കെ അല്ലെങ്കിൽ ആ മണ്ഡലങ്ങളിൽ ഇത് വ്യാപരിക്കുവാൻ ഇടയായി തീരുമെന്ന് ദൈവമക്കൾ ഓർക്കുക. ഇപ്പൊ നമ്മളൊന്ന് ഒരു ഉദാഹരണം പറഞ്ഞ, ഒരു വ്യക്തി വന്ന് ഒരു സ്ഥലത്ത്, ഞാനത് ആലങ്കാരികമായി പറയുക, ഒരു സ്ഥലത്ത് വന്ന് ഒരു ഗ്രനേഡ് ഇട്ടിട്ടങ്ങ് പോയി. ഗ്രനേഡ് പെട്ടെന്ന് പൊട്ടത്തില്ല. പോയി കഴിഞ്ഞ് അത് പൊട്ടി വലിയ കലക്കം ഉണ്ടായി, വലിയ പ്രശ്നം ഉണ്ടായി ആ സഭയിലാകട്ടെ അല്ലെങ്കിൽ ആ സമൂഹത്തിലാകട്ടെ. പക്ഷേ അവിടെയുള്ള വ്യക്തികൾ പറയും, ഇന്ന വ്യക്തി ഇവിടെ ഇല്ലായിരുന്നല്ലോ, അദ്ദേഹമല്ല അല്ലെങ്കിൽ അവരല്ല അത് ചെയ്തതെന്ന് പറഞ്ഞ് അവര് അവര് അതിന് ഒരു പ്രയാസം ഉണ്ടാകുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് എത്ര നാൾ കഴിഞ്ഞാലും അല്ലെങ്കിൽ അത് തന്നെ അവരുടെ ജീവിതത്തിൽ സംഭവിപ്പാൻ ഇടവരും. നമ്മൾ പലരുടെ ജീവിതാനുഭവങ്ങൾ ആത്മീയ കോളത്തിൽ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇപ്രകാരം അല്ലെങ്കിൽ കലക്കമുണ്ടാക്കിയവർ അല്ലെങ്കിൽ ഇപ്രകാരം ഓരോ പ്രയാസങ്ങൾ ദൈവസഭയിലാകട്ടെ കുടുംബങ്ങളിലാകട്ടെ ഇത് ചെയ്തവരൊക്കെയും അത് പിന്നത്തെ ഇതിൽ അനുഭവിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ 2 കൃഷി കളങ്ങളാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ജഡം, 2 ആത്മാവ്. ഇത് രണ്ട് കൃഷി ഇടങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളത്. നമ്മൾ ജഡത്തിൽ വിതയ്ക്കുന്നുവെങ്കിൽ നാശത്തെ കൊയ്യും, നമ്മൾ ആത്മാവിൽ വിധിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നിത്യജീവനെ കൊയ്യും. വളരെ സിമ്പിൾ ആണ്. അല്ലെങ്കിൽ ദൈവകൃപ ചെയ്ത് നമ്മളെ വഴി നടത്തുന്നത്. നമുക്ക് നമ്മൾ തന്നെ ശോധന ചെയ്യാൻ നമ്മുടെ വിധ എപ്രകാരമായിരിക്കുന്നു. അല്ലെങ്കിൽ അതിന്റെ 9-ാമത്തെ വാക്യം, നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാതിരുന്നാൽ തക്ക സമയത്ത് നാം കൊയ്യും. തീർച്ചയായും അല്ലെങ്കിൽ നമുക്കറിയാം, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ നല്ലവണ്ണം ദൈവസന്നിധിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, വിതയ്ക്കുന്നുണ്ട് നല്ല രീതിയിൽ. എന്നാൽ അതിനൊരു പ്രതിഫലം കിട്ടാതെ വരുമ്പോൾ നമ്മൾ തളർന്നു പോകുവാൻ ഇടയുണ്ട്. പൗലോസ് ഇതായി ഇവിടെ പറയുന്നത്, നന്മ ചെയ്യുന്നതിൽ നമ്മൾ തളർന്നു പോകരുത്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ ഉപവസിക്കുമ്പോൾ പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അതിന്റെ അനുഭവങ്ങൾ വരാതിരിക്കുമ്പോൾ നമ്മൾ മടുത്തു പോകാൻ ഇടയുണ്ട്. ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവവൈതലേ, നീ പ്രാർത്ഥിക്കുന്ന ദൈവവൈതലാണോ? നിന്നോട് തന്നെ ചോദിക്കുന്നുണ്ടായിരിക്കാം, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നുവെന്ന്. എന്നാൽ ഇവിടെ ദൈവവചനം ഇന്ന് രാത്രികാലം പറയുന്നത്, മടുത്തു പോകാതെ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നെങ്കിൽ, മടുത്തു പോകാതെ നീ നന്മ ചെയ്യുന്നതിൽ മുന്നേറുന്നുവെങ്കിൽ ഇതിനെ നീ അത് 100% കൊയ്യും. ഇന്നല്ലെങ്കിൽ നാളെ. നമുക്കറിയാം, ഒരു കൃഷിക്കാരനോട് ചോദിച്ചാൽ അദ്ദേഹം വിത്ത് വിതച്ച് കള പറിച്ചു കളഞ്ഞ് അതിന് വളമിട്ട് അത് ഇന്ന് ഇട്ട് നാളെ അല്ല അതിന് വിളവുണ്ടാകുന്നത്. അതിന് സമയമെടുക്കും. അതുപോലെ നമ്മൾ കാത്തിരിക്കുന്നുവെങ്കിൽ, നമ്മൾ നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകാതിരിക്കുന്നെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ പ്രതിഫലം ദൈവം നൽകും. അവൻ നമ്മളെ മറന്നു പോകുന്ന ദൈവമല്ല. നമ്മൾ മടുത്തു പോകരുത്. മടുത്തു പോകാൻ ചാൻസ് ഉണ്ട്. ശത്രു കൊണ്ടുവന്ന് കളയിടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ കളയൊക്കെ പറക്കി കളഞ്ഞ് കർത്താവിൽ നമ്മൾ പൂർണ്ണമായി വിശ്വസിച്ച് അവനായി കാത്തിരിക്കുന്നുവെങ്കിൽ കർത്താവിനായി കാത്തിരിക്കുന്നവർ കഴുകന്മാരെ പോലെ യഹോവയെ കാത്തിരിക്കുന്നവർ അവർ ശക്തിയെ പുതുക്കും. കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറുമെന്ന് ദൈവവചനം പറയുന്നു. ഈ ദിവസങ്ങളിൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, നീ ചെയ്യുന്ന നന്മയിൽ നീ പിന്നെയും ശക്തമായി മുന്നേറുന്നുവെങ്കിൽ ഒരിക്കലും ദൈവം നമ്മളെ മറന്നു കളയത്തില്ല. ഗുഡ്നെസ് ഓൾസോ ഫ്രൂട്ട് ഓഫ് സ്പിരിറ്റ്. നന്മ എന്ന് പറയുന്നത്, നന്മ ചെയ്യുക എന്ന് പറയുന്നത് സ്പിരിറ്റിന്റെ അല്ലെങ്കിൽ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് ആണെന്ന് നമ്മൾ പഠിച്ചുവല്ലോ. ദൈവം അതിനായി സഹായിക്കട്ടെ.
6:11-13. തീർച്ചയായും ഇവിടെ പറയുന്നു, അവസരം കിട്ടുമ്പോൾ നാം എല്ലാവർക്കും 10ാമത്തെ വാക്യത്തിൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. തീർച്ചയായും നമ്മൾ ആ നന്മ ചെയ്യുന്നത് നമ്മുടെ കൂട്ടുവിശ്വാസി, യേശു കർത്താവ് പറഞ്ഞ എന്തുവാ, നിങ്ങൾ യെരുശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമരിയയിലും ലോകമെമ്പാടും ആദ്യം നമ്മൾ തുടങ്ങേണ്ടത് നമ്മുടെ കൂട്ടു സഹോദരങ്ങളുടെ ഇടയിൽ നിന്നാണ്. പലരും ചെയ്യുന്നത് ലോകത്തിന്റെ അപ്പുറത്ത് കൊണ്ടുപോയി എല്ലാം നന്മ ചെയ്യും, എന്നാൽ കുടുംബത്തിൽ ചെയ്യുവാൻ അല്ലെങ്കിൽ കൂട്ടു സഹോദരനോട് ചെയ്യുവാൻ താല്പര്യപ്പെടത്തില്ല. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്നത് കൂട്ടു സഹോദരങ്ങളോട്, നമ്മുടെ ആവശ്യത്തിലിരിക്കുന്ന, ഇപ്പൊ നമ്മൾ ദൈവസഭയിൽ മറ്റുള്ളവർക്ക് ഒരു പ്രയാസം വന്നപ്പോൾ ദൈവസഭ മുൻകാലങ്ങളിൽ കാണിച്ച മാതൃകളൊക്കെ എത്ര അനുഗ്രഹമായി ആ കുടുംബങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടല്ലോ. അതുപോലെ മറ്റൊരാൾക്കൊരു പ്രയാസം വരുമ്പോൾ നമ്മൾ അതിൽ നന്മ ചെയ്യുന്നത് അത് മാതൃകയാക്കി മുന്നേറുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിന്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നോക്കുവിൻ, എത്ര വലിയ അക്ഷരമായി ഞാൻ നിങ്ങൾക്ക് സ്വന്തം കൈകൊണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. ജഡത്തിൽ സുമുഖം കാണിപ്പാൻ ഇച്ഛിക്കുന്നവരൊക്കെയും ക്രിസ്തുവിന്റെ ക്രൂശ് നിമിത്തം ഉപദ്രവം സഹിക്കേണ്ടതിന് മാത്രം നിങ്ങളെ പരിച്ഛേദന ഏൽപ്പാൻ നിർബന്ധിക്കുന്നു. പരിച്ഛേദനക്കാർ തന്നെയും ന്യായപ്രമാണം ആചരിക്കുന്നില്ലല്ലോ. നിങ്ങളുടെ ജഡത്തിൽ പ്രശംസിക്കണം എന്ന് വെച്ച് നിങ്ങൾ പരിച്ഛേദന ഏൽപ്പാൻ ഇച്ഛിക്കുന്നതേ ഉള്ളൂ. തീർച്ചയായും ഇവിടെ ആദ്യം പൗലോസ് പറയുന്നത് ഒരു നിമിഷം, ഇവിടെ പൗലോസ് പറയുന്നത് 11ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നോക്കുവിൻ എത്ര വലിയ അക്ഷരമായി ഞാൻ നിങ്ങൾക്ക് സ്വന്തം കൈ കൊണ്ട് തന്നെ എഴുതി. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, തീർച്ചയായും പൗലോസ് ഇത്രയും നേരം മറ്റ് ഒരു വ്യക്തി അല്ലെങ്കിൽ തന്റെ ശിഷ്യന്മാർ ആരെങ്കിലും കൊണ്ടായിരുന്നായിരിക്കാം എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന് സഹായം തേടിയിരുന്നിരിക്കാം. പക്ഷെ അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോൾ പൗലോസ് തന്നെ പറഞ്ഞു കാണും, എന്റെ കയ്യിൽ തന്നോളൂ, ഞാൻ ഇനി ബാക്കിയുള്ളത് എന്റെ സ്വന്തം കൈയാൽ എഴുതാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടായിരിക്കാം ഇപ്രകാരം എഴുതിയിരിക്കുന്നത്. ഞാൻ വളരെ വലിയ അക്ഷരമായി അദ്ദേഹമാണ് തുടർന്ന് എഴുതിയതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. മറ്റൊരു വ്യക്തിയെ കൊണ്ട് അല്ലെങ്കിൽ എഴുതിച്ചു കൊണ്ടിരുന്നായിരിക്കാം, എന്നാൽ അത് താൻ തന്നെ എഴുതുവാൻ തയ്യാറാകുന്നു എന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയും. അല്ലെങ്കിൽ അപ്പൊ ഇവിടെ പറയുന്നത്, ജഡത്തിൽ സുമുഖം കാണിപ്പാൻ ഇച്ഛിക്കുന്നവരൊക്കെയും ക്രിസ്തുവിന്റെ ക്രൂശ് നിമിത്തം ഉപദ്രവം സഹിക്കേണ്ടതിന് മാത്രം നിങ്ങളെ. അപ്പൊ അവിടുത്തെ പ്രശ്നം എന്താ, അവിടെ രക്ഷയ്ക്ക് ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യണമെന്ന് പരീശന്മാർ വന്ന് പഠിപ്പിച്ചു. അതിൽ അവർ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന അവരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ജഡത്തിൽ സുഖം കാണിപ്പാൻ ഇച്ഛിക്കുന്നവരൊക്കെയും ഇപ്രകാരമാണ്. അല്ലെങ്കിൽ നമ്മള് 2 റിലീജിയൻ ആണ് ലോകത്തിലുള്ളത്. ഒന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ലോ വർക്ക് അല്ലെങ്കിൽ ഫ്ലഷ് റിലീജിയൻ, അതാ ഇവിടെ പറയുന്നത്. അല്ലെങ്കിൽ രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ ഗ്രേസ് ഫെയ്ത്ത് അല്ലെങ്കിൽ സ്പിരിറ്റ് റിലീജിയൻ അല്ലെങ്കിൽ ട്രൂ ക്രിസ്ത്യാനിറ്റി. അപ്പം ജഡത്തിൽ അല്ലെങ്കിൽ ഈ ലോ ഉൾപ്പെടെ അല്ലെങ്കിൽ നമ്മൾ പ്രവൃത്തി ചെയ്ത് ലോയിൽ കൂടെ അല്ലെങ്കിൽ നമ്മുടെ രക്ഷ നിർവഹിക്കുവാൻ നോക്കുന്ന അല്ലെങ്കിൽ അത് ഫ്ലഷിലാണ് ചെയ്യുന്നത്, അതിനെ ഫ്ലഷ് റിലീജിയൻ എന്ന് നമുക്ക് പറയുവാൻ കഴിയും. ഗ്രേസും ഫെയ്ത്തിൽ കൂടെ അല്ലെ ദൈവത്തിന്റെ കൃപയിലും അല്ലെ ദൈവിക വിശ്വാസത്തിലും ആശ്രയിച്ചാണെങ്കിൽ അത് ആത്മാവിനാൽ നയിക്കപ്പെടുന്നത് ട്രൂ ക്രിസ്ത്യാനിറ്റി. അപ്പം ജഡത്തിൽ സുഖം കാണിപ്പാനൊക്കെ ആഗ്രഹിക്കുന്നവരാണ് അല്ലെങ്കിൽ നിങ്ങളെ പരിച്ഛേദന ഏൽപ്പാൻ നിങ്ങളെ അല്ലെങ്കിൽ നിർബന്ധിക്കുന്നതെന്ന് പൗലോസ് ഇവിടെ വ്യക്തമായി പറയുന്നു. തീർച്ചയായും അത് നമ്മൾ മനസ്സിലാക്കി, ഫ്ലഷ് ഗ്ലോറിഫൈ ചെയ്യുക എന്നുള്ളതല്ല, ആത്മാവിനെ ക്രൂശിനെ ഉയർത്തുവാനാണ് ഇവിടെ പറയുന്നത്. 14ാമത്തെ വാക്യം അത് വളരെ വ്യക്തമായി പറയുന്നു, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ ക്രൂശാണ് നമുക്ക് എല്ലാം കർത്താവ് ക്രൂശിലാണ് സകലതും നിർവഹിച്ചത്, എല്ലാ നീതിയും നിർവഹിച്ചത് ക്രൂശിലാണ്. അപ്പം അവിടെ പൗലോസ് പറയാണ്, എനിക്ക് ക്രൂശല്ലാതെ പ്രശംസിപ്പാൻ ഒന്നും ഇടവരരുത്. എന്തുകൊണ്ടാണ് ക്രൂശിൽ പ്രശംസിക്കുവാൻ പറയുന്നത്? ക്രൂശാണ് നമുക്ക് നീതീകരണം നൽകി തന്നത്, ജസ്റ്റിഫിക്കേഷൻ. ക്രൂശിലാണ് ആ നീതീകരണം കർത്താവ് നടത്തി നൽകിയത്. ക്രൂശ് ശത്രുവിന്റെ ബന്ധനത്തിൽ നിന്ന് അല്ലെങ്കിൽ അടിമത്തത്തിൽ നിന്ന് നമ്മെ സ്വതന്ത്രമാക്കി. കൊലോസ്യ ലേഖനം അതിന്റെ 2-ാം അധ്യായം 15-ാമത്തെ വാക്യം നമുക്കറിയാവുന്നതാണ്. വാഴ്ചകളും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കി
ക്രൂശിൽ നമുക്ക് ജയം നൽകി. അപ്പം ക്രൂശിലാണ് പൗലോസ് പറഞ്ഞ, ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. അല്ലെ, ആ ക്രൂശാണ് അല്ലെ നമുക്ക് ആ നീതി നിർവഹണം നടത്തി നൽകിയത്. അപ്പോൾ നമ്മുടെ എവിടെയും ഉയർത്തേണ്ടത് ക്രൂശിനെയാണ്, അല്ലെ ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നമ്മൾ ഉയർത്തേണ്ടത്. അല്ലെ അല്ലെ അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ. പൗലോസ് പറയുന്നത്, ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ മറ്റൊന്നുമല്ല. ലോകം അല്ലെ, അവനാ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അല്ലെ, നമ്മുടെ ജീവിതം അപ്രകാരമായിരിക്കട്ടെ. അല്ലെ, കർത്താവിനോടുകൂടെ അല്ലെ നമ്മുടെ പാപ സ്വഭാവങ്ങളെ ആ കാൽവറി ക്രൂശിൽ അല്ലെ തറച്ച് അല്ലെ ഇനിയും അത് ആ പാപത്തിലേക്ക് കടന്നു പോകാതെ അല്ലെ കർത്താവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടവരായി അല്ലെ ക്രൂശിന്റെ സാക്ഷികളായി ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിന്റെ 15 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, പുതിയ സൃഷ്ടി അത്രേ കാര്യം. ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ ഇസ്രായേലിനും സമാധാനവും കരുണയും ഉണ്ടാകട്ടെ. അപ്പം ഒരു പുതിയ സൃഷ്ടി ആകുവാൻ ക്രൂശിൽ കൂടെ മാത്രമേ കഴിയത്തുള്ളൂ. ഇതാണ് ക്രൂശിന്റെ മർമ്മം. അതുകൊണ്ടാണ് കർത്താവ് നിക്കോദിമോസിനോട് പറഞ്ഞത്, വീണ്ടും ജനിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യം അവകാശമാക്കിയില്ലെന്ന്. വീണ്ടും ജനിപ്പാൻ നമുക്ക് സ്വയമായി കഴിയുകയില്ല, ക്രൂശിൽ കൂടെ അല്ലാതെ അത് നമ്മുടെ ജീവിതത്തിൽ. അപ്പൊ ക്രൂശ് അല്ലെങ്കിൽ വീണ്ടും ജനനമാണ് കാര്യം അല്ല ഈ അഗ്രചർമ്മവും അല്ലെങ്കിൽ പരിച്ഛേദനയുമല്ല, ജഡപ്രകാരമുള്ള പ്രവൃത്തികൾ അല്ലെങ്കിൽ ജഡത്തിൽ ചെയ്യുന്നതല്ല. ആത്മാവിൽ വീണ്ടും ജനനം, യേശു ക്രിസ്തുവിൽ കർത്താവിൽ നമ്മൾ ജനനം പ്രാപിക്കുക. കർത്താവിലൂടെ യേശു ക്രിസ്തുവിലുള്ള പുതിയ ജനനം നമ്മുടെ ജീവിതത്തിൽ നടന്നെങ്കിൽ മാത്രമേ നമ്മൾ സ്വർഗരാജ്യം അവകാശമാക്കുകയുള്ളൂ. പരിച്ഛേദനയും അഗ്രചർമ്മവും നമ്മൾ പുതുസൃഷ്ടിയാകുന്നതാണ് വലിയ കാര്യമെന്ന് ഗലാത്യരോട് അദ്ദേഹം വീണ്ടും പഠിപ്പിക്കുന്നു. തീർച്ചയായും ദൈവകോപാഗ്നിയിൽ വീണ് വെന്തെരിയേണ്ട നമ്മളെ കർത്താവ് ക്രൂശിൽ, ആ കോപാഗ്നിയിൽ കർത്താവ് ക്രൂശിൽ ദൈവകോപാഗ്നിയിൽ വെന്തെരിഞ്ഞു. നമുക്ക് വേണ്ടി അവൻ പരമയാഗമായി തീർന്നു. അതുകൊണ്ടാണ് നമുക്ക് ആ ക്രൂശിൽ നമുക്ക് നമ്മുടെ പുതുജീവനെ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൽ കൂടെയുള്ള പുതുജീവനെ നമുക്ക് ലഭിച്ചു. ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ ഇന്ന് രാത്രികാലം നമ്മൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇപ്രകാരമായിരിക്കുന്നത് 2026 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നത് കൊണ്ടാണ്. ആ ക്രൂശ് സകലതും നമുക്ക് വേണ്ടി നിർവഹിച്ചു നൽകി. ആ കരുണയിൽ ആശ്രയിച്ച് ആ ക്രൂശിന്റെ സാക്ഷികളായി, ക്രൂശിനെ ഉയർത്തുന്നവരായി, യേശുവിനെ ഉയർത്തുന്നവരായി ജീവിപ്പാൻ നമ്മളെ ദൈവം സഹായിക്കട്ടെ. അതിന്റെ 6-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത്, ഞാൻ യേശുവിന്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. അപ്പം പൗലോസ് പറയാണ്, ഐ ബെയർ ഇൻ മൈ ബോഡി ദ ബ്രാൻഡ് മാർക്ക് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നമുക്കറിയാം, പഴയ കാലങ്ങളിൽ അടിമകൾ ഉണ്ടായിരുന്നു. ആ അടിമകളുടെ ദേഹത്ത് ഇപ്രകാരം അതിന്റെ യജമാനന്റെ പേര് ഇതുപോലെ ചൂടടയാളമായി പച്ച കുത്തുന്ന പോലെ അല്ലെങ്കിൽ ബ്രാൻഡ് ചെയ്തായിട്ട് അവരുടെ ശരീരത്തിൽ ചെയ്യുമായിരുന്നു. ഒരു അടിമ എപ്പോഴും ആ വാങ്ങിച്ച ജന്മിക്ക് അല്ലെങ്കിൽ ആ മുതലാളിക്ക് അല്ലെങ്കിൽ അതിന്റെ ഓണർ ഇദ്ദേഹമാണ്. എവിടെ പോയാലും, എവിടെ പോയി രക്ഷപ്പെട്ടാലും ഈ ശരീരത്തിൽ ഈ അടയാളം ഉള്ളത് കൊണ്ട് പെട്ടെന്ന് പിടിപ്പിക്കപ്പെടാം, അല്ലെങ്കിൽ മനസ്സിലാക്കും ഇന്ന വ്യക്തിയുടെ അടിമയാണ് ഇദ്ദേഹം എന്ന്. അതുപോലെയാണ് പൗലോസ് ആ കാര്യം എടുത്തുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഞാൻ കർത്താവിന് ദാസൻ, ഞാൻ കർത്താവിന് അടിമ, ആ കർത്താവിന്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ ഞാൻ വഹിക്കുന്നു എന്നിവിടെ പൗലോസ് പറയുന്നു. തീർച്ചയായും നമ്മൾ കർത്താവിന്റെ കഷ്ടാനുഭവത്തിന് കൂട്ടവകാശികളായി തീരുവാൻ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നു. ആ ചൂടടയാളം നമ്മുടെ ജീവിതത്തിൽ വഹിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്കൊരു ഉടയവനുണ്ട്, നമുക്ക് വേണ്ടി വില കൊടുത്ത, നമുക്ക് വേണ്ടി രക്തം മറുവിലയായി നൽകി, തൻ്റെ അവസാന രക്തം പോലും നമുക്ക് വേണ്ടി മറുവിലയായി തന്ന ആ കർത്താവിനെ നമ്മുടെ ശരീരത്തിൽ ചൂടടയാളമായി വഹിക്കുവാൻ കഴിയുമോ? അവിടെ പറയുന്നു, എൻ്റെ ഓണർ കർത്താവാണ്. ഐ ആം നത്തിങ്. ദൈവത്തിന് വേണ്ടി നമ്മൾ സമർപ്പിതരായി അടിമയായി നമ്മൾ ദാസനായി പൗലോസ് തീരുന്നു. കൊലോസ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 24 ഇപ്പോൾ പറയുന്നു, ഞാൻ
നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിനു വേണ്ടി പൂരിപ്പിക്കുന്നു. ഇവിടെ പൗലോസ് പറയുക, ഹല്ലേലൂയ, ഞാൻ ഹല്ലേലൂയ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. ഇവിടെ കർത്താവ് ചെയ്തതിന് വേണ്ടി എന്തെങ്കിലും താൻ പൂരിപ്പിക്കുന്നു എന്നല്ല പറയുന്നത്. കർത്താവ് എല്ലാം ക്രൂശിൽ നിർവഹിച്ചു. എന്നാൽ പൗലോസ് ഇവിടെ പറയുന്നത് കർത്താവ് ഭരമേൽപ്പിച്ച സുവിശേഷത്തിന് വേണ്ടി അല്ലെ ആ കഷ്ടത, അല്ലെങ്കിൽ അവൻ അനുഭവിച്ച കഷ്ടതകൾ. പൗലോസ് കപ്പൽ ഛേദം, അല്ലെ സഹോദരന്മാരിലുള്ള ആപത്ത്, കടലിലെ ആപത്ത്, അനേകം അടികൾ, ഇതൊക്കെ അദ്ദേഹം ശരീരത്തിൽ വഹിച്ചു. ഇത് തന്നെ അദ്ദേഹം പറയുന്നത്. എന്തിനു വേണ്ടിയാ? കർത്താവ് രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് എല്ലാം ചെയ്തു, അവിടെ ഒന്നും പൂരിപ്പിക്കാനില്ല. പക്ഷേ കർത്താവിന്റെ സുവിശേഷത്തിന് വേണ്ടി കഷ്ടത്തിന്റെ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ, അല്ലെങ്കിൽ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി ചെയ്യുന്ന മക്കളെ, നമ്മളെക്കുറിച്ച് ദൈവം അത് ആഗ്രഹിക്കുന്നത് കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ, കഷ്ടത സഹിഷ്ണുത സിദ്ധ്യത പ്രത്യാശയും ഉളവാക്കുന്നുവെന്ന് അറിഞ്ഞ ഹല്ലേലൂയ കഷ്ടങ്ങളിൽ നമ്മൾ പ്രശംസിപ്പാൻ പൗലോസ് ഇടയായതുപോലെ ഈ ദിവസങ്ങളിൽ കഷ്ടങ്ങളിൽ പ്രശംസിപ്പാൻ, ആ കർത്താവിന്റെ ആ ഗോസ്പൽ, അല്ലെങ്കിൽ ആ ലാസ്റ്റ് കമാൻഡ്മെന്റ്, ആ ഗ്രേറ്റ് കമാൻഡ്മെന്റ് ഫുൾഫിൽ ചെയ്യുവാൻ പൗലോസ് എത്രത്തോളം കഷ്ടപ്പെട്ടു. അതിലൊരംശമെങ്കിലും ആ സുവിശേഷ ഘോഷണത്തിൽ നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കണം. അതിന്റെ അവസാന വാക്യത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഹല്ലേലൂയ 6-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ പ്രകാരം പറയും, സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. തീർച്ചയായും പൗലോസിന്റെ എല്ലാ ലേഖനവും നമ്മൾ എടുത്തു പഠിച്ചു കഴിഞ്ഞാൽ ഇപ്രകാരമുള്ള ഒരു എൻഡിങ് നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ വളരെ സൗമ്യമായ അദ്ദേഹം വിളിക്കുന്നു, സഹോദരന്മാരെ. നമുക്കറിയാം ഈ ഗലാത്യ ലേഖനം തുടങ്ങുന്നത്, നമ്മൾ എല്ലാ ലേഖനങ്ങളും എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ലേഖനം തുടങ്ങുന്ന രീതിയിലല്ല ഈ ഗലാത്യ ലേഖനം തുടങ്ങിയതെന്ന് നമുക്കറിയാൻ കഴിയും. ഹല്ലേലൂയ. അവിടെ നമുക്കറിയാം ബുദ്ധിയില്ലാത്ത ഗലാത്യരെ എന്നൊക്കെ വിളിച്ച് വളരെ ശക്തമായി അവരോട് ഇടപെട്ടു. ഈ ലേഖനത്തിന്റെ തുടക്കത്തിൽ പോലും തുടങ്ങുന്ന ഇങ്ങനെ, മനുഷ്യരിൽ നിന്ന് മനുഷ്യനാലുമല്ല ക്രിസ്തുയേശുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പോസ്തലനായ പൗലോസും കൂടെയുള്ള സഹോദരന്മാരും പറഞ്ഞു തുടങ്ങുന്നത്. ഒരു ഇൻട്രഡക്ഷനോ അല്ലെങ്കിൽ ആ സഭയോടൊരു അഭിസംബോധനയോ ഒന്നുമില്ല. വളരെ ഏർജന്റ് ആയിട്ടുള്ള ഒരു കാര്യം അവരെ അത്യാവശ്യമായി അറിയിക്കുവാനായിട്ട് അദ്ദേഹം വളരെ ധൃതി പിടിച്ച് അവരോട് സംസാരിക്കുന്നു. അവരെ റിബ്യൂക്ക് ചെയ്യുന്നുണ്ട്, അവരെ കറക്റ്റ് ചെയ്യുന്നുണ്ട്, വളരെ ശാസിക്കുന്നുണ്ട്. പക്ഷേ ഒരു അദ്ദേഹത്തിന്റെ ഹൃദയം നിങ്ങൾ മനസ്സിലാക്കണം. ഒരു പിതാവിന്റെ ഹൃദയം പോലെ അവരെ അത്രത്തോളം സ്നേഹിച്ചത് കൊണ്ടാണ് അവരെ അത്രത്തോളം ആ രീതിയിൽ ഇടപെട്ടത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലാംഗ്വേജ് ഒക്കെ അദ്ദേഹം ഉപയോഗിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ഹൃദയത്തിലെ നല്ല ആഗ്രഹം അവരൊരിക്കലും വഴിതെറ്റി പോകരുത്, മറ്റൊരു സുവിശേഷത്തിലേക്ക് അവർ മറിഞ്ഞു പോയി, അവര് ദൈവകൃപയിൽ നിന്ന് അന്യപ്പെട്ടു പോയി നിത്യതയിൽ കാണപ്പെടാതെ പോകല്ല്, താൻ ഓടിയതും അധ്വാനിച്ചതും വൃഥാവായി പോകുവാതിരിപ്പാൻ വളരെ സ്ട്രോങ് ആയിട്ട് അവരോട് ഇടപെട്ടെങ്കിലും അവസാനം അദ്ദേഹം പറയുന്നു, ഹല്ലേലൂയ, സഹോദരന്മാരെ എന്ന് വിളിച്ച് അവരെ ഹല്ലേലൂയ ആ സ്നേഹത്തിന്റെ ആത്മാവിൽ അവരോട് ഹല്ലേലൂയ പറഞ്ഞ് എന്ത് ചെയ്യുന്നു, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോട് കൂടെ ഇരിക്കുമാറാകട്ടെ. തീർച്ചയായും അപ്രകാരം പ്രാർത്ഥിച്ച് അവരെ ആശീർവദിക്കും. ദൈവമക്കളെ, ഹല്ലേലൂയ, ദൈവസന്നിധിയിലേക്ക് നമ്മളെ സമർപ്പിക്കാം. ഈ വചന പഠനം നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ. രക്ഷയ്ക്ക് ജീസസ് പ്ലസ് നത്തിങ്. കർത്താവ് എല്ലാം ചെയ്തു, രക്ഷയ്ക്ക് ഇനി ഒന്നും ചെയ്യുവാനില്ല, വേറെ ഒരു പ്രവൃത്തിയും ചെയ്യുവാനില്ല. രക്ഷയ്ക്ക് യേശു ക്രിസ്തു മാത്രം, അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അതിന് വേറെ ഒരു പ്രവൃത്തിയും നമ്മൾ ചെയ്യേണ്ടതില്ല. ഹല്ലേലൂയ. ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കണം. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം മനസ്സിലാക്കി ഈ ദിവസങ്ങൾ ജീവിപ്പാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിനായി നമ്മളെ തന്നെ സമർപ്പിക്കും. വചനത്തിന് മുമ്പ് അടിയനെ സമർപ്പിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ ഗലേഷ്യൻസിന്റെ ബുക്ക് ഈ ക്ലാസ്സോടുകൂടി അവസാനിക്കുന്നു. അടുത്ത പ്രാവശ്യം നമുക്ക് മറ്റൊരു ഒരു ബുക്കുമായിട്ട് കടന്നു വരാൻ ദൈവം അതിനായി സഹായിക്കട്ടെ. ദൈവം എല്ലാവരെയും ബലപ്പെടുത്തട്ടെ.